100 മീറ്റർ വന്നാൽ ഈ വർക്ക്ഷോപ്പിൻ്റെ അവിടെ ഈ റോഡിൻ്റെ അവിടെ തിരിഞ്ഞാൽ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ വന്നാൽ മാട്ടക്കുളന്ന് ബൈക്ക് വർക്ക്ഷോപ്പിൻ്റെ അവിടെ തിരിഞ്ഞ് പോന്നാൽ മണിശ്ശേരി അല്ലേ. ഇവിടെ തിരിഞ്ഞ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓവാലല്ലേ കാരാടത്തെയും വെള്ളാമ്പുറത്തൊക്കെ മാറി വണ്ടിന്റെ അടി റെയിൽവേന്റെ അടി കൂടെ വണ്ടി വേണി പോലെ ഏറ്റവും കൂടുതൽ അനുമതി കൊടുക്കണ അതിനാണ്. അടി കൂടെ കൊടുക്കണ അനുമതി അത് കാണിച്ചു തരാം. കണ്ടപ്പടൊക്കെ റോഡുണ്ട്. ഓവാലം വന്നുകൊണ്ടാണ് ഈ കണ്ടല്ലോ, ഇതാണ് ആ ഓവാലം അടിപ്പാത കേട്ടോ. കാരാടൊക്കെ ഉണ്ടല്ലോ, അടി കൂടെ ബൈക്കാണ്. ബൈക്കിന് ഇപ്പോഴും പോകാം, പക്ഷെ അനുമതി ഉണ്ടാവില്ല. അല്ലെ വാണിയമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വലിയ ദൂരമല്ല അല്ലേ? വാണിയമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വലിയ ദൂരമല്ല, ഒരു 100 മീറ്റർ 200 മീറ്റർ ഒക്കെ അല്ലേ ഉള്ളൂ. 200 മീറ്റർ ഉള്ളൂ വാണിയമ്പലത്തിൽ നിന്ന്. ഇതൊക്കെ ക്ലിയർ ആക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ വണ്ടി പോകാം കണ്ടല്ലേ. ഇതിൻ്റെ അടിഭാഗം താത്തി കൊടുക്കുകയാണ്, ഇതിനുള്ളിൽ കൂടെ ഒരു ബൈക്ക് പോകും. സുഖമായിട്ടൊരു ബൈക്ക് ഇപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ടാണത്. ആ വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിന് കുറച്ചൊക്കെ ഒരു പരിഹാരം കിട്ടും. ഇതിൻ്റെ അപ്പുറം കാണിച്ചു തരാം കേട്ടോ. അത് ആ ഓവാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഇവിടെ ചാടും. ഇവിടെ ചാടും എന്ന് പറഞ്ഞാൽ വാണിയമ്പലം പമ്പില്ലേ, ആ പമ്പിൻ്റെ അടുക്കൽ ചാടും. ഈ പറമ്പൊക്കെയാണ് ആ ചാടുന്നത്. ശരിക്കും അതൊക്കെ ക്ലിയർ ആക്കിയതില്ലേ. ഒരുവിധം ബൈക്കുകൾക്കൊക്കെ പോരാ, അതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന അമ്പടക്കടി ചാടും. ഹൈറ്റിൻ്റെ വിഷയമല്ല, നല്ല ഹൈറ്റ് ഉണ്ടത്. ഈ റോഡ് നേരെ ഓവാലത്തിൻ്റെ അടിയിലേക്ക് ആക്കുക. അതിൻ്റെ അപ്പുറത്ത് ഈ പറമ്പക്കാട് ചാടും. ഇതിലെ റോഡുണ്ട്, ഇവിടത്തെ റോഡുണ്ട്. ഈ റോഡിന് പോയാൽ വാണിയമ്പലം പമ്പിൻ്റെ അടുക്കും ചാടും. ഇവിടെയൊക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലം കണ്ടല്ലേ. ആ ഓവാലത്തിൻ്റെ അടിയിൽ കൂടെ പോയാൽ മതി. അപ്പുറത്ത് ആ പറമ്പൊക്കെ ചാടി അവിടെ റോഡുണ്ട്. സംഭവം ഇതൊക്കെ ക്ലിയർ ആക്കിയാലേ വാണിയമ്പലം അങ്ങാടി നിന്ന് ഇങ്ങോട്ട് ഒരു 200 മീറ്റർ ഉള്ളൂ. എന്നേലൊക്കെ വരുമെന്ന് കരുതാം. ഈ അടിപ്പാതൊന്ന് വലുതാക്കിയാൽ മതി, ബൈക്കൊക്കെ സുഖമായിട്ട് പോകും.